സെലിബ്രിറ്റികളുമായുള്ള അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധ നേടിയ അവതാരകയാണ് വീണ മുകുന്ദൻ. ഇപ്പോൾ മലയാളത്തിൽ നിലവിലുള്ള ആങ്കർമാരിൽ ജനശ്രദ്ധ ലഭിച്ച ആങ്കർ കൂടിയാണ് വീണ. അഭിമുഖത്തിനിടെ നടൻ ശ്രീനാഥ് ബാസിയുമായുണ്ടായ അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഒരിടയ്ക്ക് വീണ വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ബിഹൈൻഡ് വുഡ്സിൻ്റെ അവതാരകയായാണ് വീണ ജനങ്ങൾക്ക് മുന്നിലേക്കെത്തിയത്. ഇപ്പോൾ ഒറിജിനൽസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയാണ് താരം. ചില മലയാള സിനിമകളിലും മുഖം കാണിച്ചിട്ടുള്ള വീണ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയൊരു സന്തോഷത്തിൻ്റെ വിശേഷം പങ്കിട്ടെത്തിയിരിക്കുകയാണിപ്പോൾ. താൻ ഗർഭിണിയാണെന്നും വൈകാതെ ജീവിതത്തിലേക്ക് പുതിയൊരു അതിഥി കൂടി എത്തുമെന്നാണ് വീണയുടെ വീഡിയോയിൽ പറഞ്ഞത്. 6 വർഷം മുമ്പായിരുന്നു വീണയുടെ വിവാഹം. ജീവൻ കൃഷ്ണകുമാറാണ് വീണയുടെ പങ്കാളി. കരിയർ കെട്ടിപ്പടുക്കുന്നതിൻ്റെ തിരക്കിലായതിനാലാണ് വീണ ഇത്രയും കാലം പ്രഗ്നൻസി നീട്ടിവെച്ചത്. എന്നാൽ ഇപ്പോൾ താൻ അമ്മയാകാൻ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കഴിഞ്ഞുവെന്നും വീണ പറയുന്നു. വീണയുടെ മുഖത്തെ തിളക്കം കണ്ട് പ്രേക്ഷകർ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയതോടെ പ്രഗ്നൻസി താരം റിവീൽ ചെയ്തത്. കഴിഞ്ഞ 3-4 മാസമായി എനിക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന കമൻ്റാണ് വീണ പ്രഗ്നൻ്റ് ആണോ എന്നത്. വീണയുടെ മുഖത്തിനൊരു ഗ്ലോ വന്നിട്ടുണ്ടല്ലോ, അതിനർത്ഥം ഗർഭിണിയാണെന്നല്ലേ, അതുകൊണ്ടല്ലേ ലൂസ് സൈസിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് എന്നിങ്ങനെയും നിരവധി കമൻറ്റുകൾ എനിക്ക് നിരന്തരമായി ലഭിക്കാറുണ്ടായിരുന്നു. ഈ കമൻറ്റുകൾക്കെല്ലാം മറുപടി നൽകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആ മറുപടിയാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. അതെ, ഞാൻ ഗർഭിണിയാണ്. പ്രഗ്നൻ്റ് ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ച കാലം മുതൽ എനിക്ക് ഈ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു ഫേസിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. 2025 ഞാൻ എടുത്ത തീരുമാനങ്ങളൊന്നായിരുന്നു ഇത്തവണ ഒരു ഫാമിലി പ്ലാനിംഗ് ഉണ്ടാകണം, ഒരു കുട്ടി വേണമെന്നതൊക്കെ. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ അത് സംഭവിച്ചു. ഇപ്പോൾ 3-ാം മാസം കഴിഞ്ഞു. പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇത് ഇത്രയും കാലം പറയാതെ വെച്ചതെന്ന്. എല്ലാവിധ ക്ലാരിഫിക്കേഷനിലൂടെയും കടന്നുപോയി ഇത് സത്യമാണെന്ന് എനിക്ക് തന്നെ പൂർണ്ണ ബോധ്യം വന്ന ശേഷമെന്ന് പറയാമെന്ന് കരുതിയാണ് ഇതുവരെ പറയാതിരുന്നത്. ഈ മെയ്യിൽ എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 6 വർഷമാകും. അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റേത് വളരെ സാധാരണ കുടുംബമാണ്. അങ്ങനൊരു കുടുംബത്തിലെ അച്ഛനും അമ്മയ്ക്കുമെല്ലാം വിവാഹിതയായ 6 വർഷം കഴിഞ്ഞിട്ട് മോൾക്ക് കുട്ടികൾ ജനിക്കാത്തതും 30 വയസ്സ് കഴിഞ്ഞിട്ട് കുട്ടികൾ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാകുമല്ലോ എന്നതും ഒരു കൺസേൺ ആയി ഉണ്ടാകും. മാത്രമല്ല എനിക്ക് PCOD, PCOS എന്നിവയുള്ളതുമാണ്. പക്ഷേ എല്ലാ കാലത്തും എൻ്റെ പ്രയോറിറ്റി മറ്റു പലതുമായിരുന്നു. സ്വന്തമായ ഒരു കരിയർ സെറ്റ് ചെയ്യണമെന്നായിരുന്നു അത്. കഴിഞ്ഞ 1.5 വർഷമായി ഒറിജിനൽസ് എന്ന എൻ്റർടൈൻമെൻറ്റ് എൻ്റെ ചാനലിന് പിറകെയായിരുന്നു. അതുപോലെ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റും എന്നെ സംബന്ധിച്ച് വളരെ നിർബന്ധമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്രഗ്നൻസിയിലേക്ക് കടന്നാൽ ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻസി കൂടി നഷ്ടപ്പെടുമോ എന്ന പേടിയുണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് പ്രഗ്നൻസി ഞാൻ നീട്ടിവെച്ചത്. എന്നാൽ ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഞാൻ സെറ്റിലായെന്ന് എനിക്ക് തന്നെ ബോധ്യം വന്നതുകൊണ്ടാണ് 33 വയസ്സ് കഴിയുന്ന സാഹചര്യത്തിൽ പ്രഗ്നൻ്റ് ആകാമെന്ന് തീരുമാനിച്ചത്. ഓവർ ഏജ്ഡ് ആണെന്നും ഹൈ റിസ്ക് പ്രഗ്നൻസി ആണെന്നും ഡിലേ ചെയ്യിക്കരുതെന്നും പലരും പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ സ്വയം തന്നെയാണ് 2025 മദർഹുഡിലേക്ക് കടക്കാമെന്ന് തീരുമാനിച്ചതെന്ന് വീണ പറയുന്നു. പ്രഗ്നൻസിയുടെ ആദ്യത്തെ 3 മാസം ഞാൻ വിജയകരമായി പൂർത്തിയാക്കി. എനിക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു. പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന സമയത്ത് അമ്മമാരായ സമപ്രായക്കാരുമായി നമ്മൾ സംസാരിക്കുമല്ലോ. അങ്ങനെ സംസാരിച്ചപ്പോൾ 90% ആളുകളും പറയാറുണ്ടായിരുന്നത് നിരന്തരമായി ഉണ്ടാകുന്ന ഛർദി, ശരീരത്തിനുണ്ടാകുന്ന അതിഭീകരമായ ബുദ്ധിമുട്ടുകൾ എന്നിവയെക്കുറിച്ചായിരുന്നു. പലരും പറയും ഇത്തരം കാര്യങ്ങളൊന്നും അന്വേഷിക്കാതെ ഈ സമയത്ത് ഹാപ്പിയായിരിക്കണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ, ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള ത്വര ഈ സമയത്ത് കൂടുതലായിരിക്കും. അതുപോലെ ChatGPTയിൽ കയറി പ്രഗ്നൻസിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിച്ചു പഠിക്കുമായിരുന്നു. ഇതൊക്കെയായിരുന്നു എൻ്റെ വിനോദം. ടെൻഷനോടെയാണ് മദർഹുഡിലേക്ക് പ്രവേശിച്ചതെങ്കിലും ആദ്യത്തെ 3 മാസം ദൈവാനുഗ്രഹം കൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഇത്രയും നാളിനിടെ 4-5 തവണ മാത്രമേ ഞാൻ ഛർദ്ദിച്ചിട്ടുള്ളൂ. ബെഡ് റെസ്റ്റും ആവശ്യമായി വന്നില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് നിത്യമായി ജീവിതത്തിൽ ചെയ്തിരുന്നത് അത് തന്നെ തുടർന്നോളാനാണ് ഗൈനക്കോളജിസ്റ്റും നിർദ്ദേശിച്ചത്. പ്രഗ്നൻസി ഒരു അസുഖമാണെന്ന രീതിയിൽ ചിന്തിച്ച് പേടിച്ച് മാറി നിൽക്കരുതെന്നും പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിട്ടില്ലെന്നും താരം കൂട്ടിച്ചേർത്തു. ഗർഭിണിയാണെന്ന് അറിഞ്ഞതും വളരെ രസകരമായ സമയത്താണ്. ആപ് കൈസേ ഹോ സിനിമയുടെ പ്രൊമോഷൻ നടക്കുന്ന സമയത്താണ് പ്രഗ്നൻസി അറിഞ്ഞത്. എല്ലാം കൊണ്ടും ആ സമയത്ത് ഞാൻ വളരെ ഹാപ്പിയായി നിൽക്കുകയായിരുന്നു. അതിനിടയിൽ കണ്ണിന് അസുഖം വന്നിരുന്നു. അതൊരു ചെറിയ വിഷമമായിരുന്നു. പിന്നീട് അതും ഭേദപ്പെട്ടു. പ്രഗ്നൻസി അറിഞ്ഞ് 2 ദിവസത്തേക്ക് മാത്രമേ എനിക്ക് എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നുള്ളൂ. ഗർഭിണിയായ ശേഷം ഓരോ സമയത്തും നടത്തുന്ന സ്കാനുകൾ പിന്നീട് നമ്മുടെ എക്സൈറ്റ്മെൻറ്റ് കൂട്ടും. ആദ്യം കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് നമ്മളെ കേൾപ്പിക്കുന്ന സ്കാനിങ് നടന്നിരുന്നു. അന്ന് കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പിൻ്റെ ശബ്ദം കേട്ടപ്പോൾ എന്ത് ഫീലാണ് ഉണ്ടായതെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. പിന്നീട് കുട്ടിക്ക് ജനിതകമായ പ്രശ്നങ്ങളുണ്ടോ എന്നറിയാൻ ഒരു സ്കാനാണ് എടുത്തത്. അതിലും കുഞ്ഞ് ഓക്കെയാണ്, പേടിക്കാനൊന്നുമില്ലെന്ന് മനസ്സിലായി എന്നുമാണ് അനുഭവം പങ്കുവെച്ച് വീണ പറഞ്ഞത്. പേഴ്സണൽ ലൈഫിൽ എക്സൈറ്റ്മെൻ്റ് ഉള്ള ഇത്രയേറെ കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുന്നതുകൊണ്ട് പ്രൊഫഷണൽ ലൈഫിൽ ഞാൻ കുറച്ച് ഉഴപ്പിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ചൊക്കെ സത്യമാണെന്ന് പറയേണ്ടി വരും. പക്ഷേ എൻ്റെ കൂടെയുള്ളവർ കാര്യങ്ങളെല്ലാം മാനേജ് ചെയ്ത് സഹായിച്ചു. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസി വന്ന ശേഷം
പ്രഗ്നൻസി പോലുള്ളവയിലേക്ക് ഇറങ്ങിയാൽ ബുദ്ധിമുട്ടുകൾ കുറയുമെന്നാണ് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നും മനസ്സിലാക്കിയത്. അതുപോലെ പ്രഗ്നൻ്റ് ആയതിൻ്റെ പേരിൽ എൻ്റെ കരിയറിന് കോട്ടം തട്ടരുതെന്നും എനിക്കുണ്ടായിരുന്നു. അതും എനിക്ക് മാനേജ് ചെയ്യാൻ സാധിച്ചു. ഇത് തന്നെയാണ് പെൺകുട്ടികളോട് എല്ലാ കാലത്തും എനിക്ക് പറയാനുള്ളത്. പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ജോലിയടക്കം എല്ലാ കാര്യത്തിൽ നിന്നും കുറച്ചു കാലം മാറി നിന്നേക്കാമെന്ന ചിന്ത മാറ്റിവെക്കുക. ഇതൊരു രോഗമല്ല, ഹാപ്പിയായി കടന്നു പോകാൻ പറ്റുന്ന അവസ്ഥയാണ്.